അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിലാണ് ദൈവത്തെ സേവിക്കേണ്ടത്. അങ്ങനെ പുതുക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തെ, ആത്മീയത്തെ പുതുക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ പുതുക്കിയെടുക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ നമ്മളീ പലരും ഇന്ന് രാത്രി യോഗത്തിൽ കാണില്ലായിരുന്നു. സ്തോത്രം. നമുക്ക് നിരാശ തോന്നിയപ്പോൾ, വീണുപോയപ്പോൾ, മനസ്സ് മടുത്തപ്പോൾ, പുറകോട്ട് മാറിയപ്പോൾ, പല കാര്യങ്ങൾക്കകത്ത് നമ്മൾ ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് തോന്നിയപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ പുറകോട്ട് മാറിയ വേളയിൽ ഇന്ന് രാത്രി വീണ്ടും ദൈവസന്നിധിയിൽ ഇരുന്ന് അപ്പാന്ന് വിളിക്കാൻ ഇടയായി തീർന്നത് നമുക്ക് നമ്മെ പുതുക്കിയെടുക്കാൻ പറ്റിയത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ പേർ, പത്രോസിന്റെ ജീവിതം തന്നെ നോക്കിയാൽ നമുക്കറിയാം. സ്തോത്രം. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചിലരെ കൂട്ടുപിടിച്ചുകൊണ്ട് വലയും പടകും എടുത്തുകൊണ്ട് യേശുവിൻ്റെ മരണത്തിന് ശേഷം പോയതാണ്. അങ്ങനെ പോയി മീൻ പിടിക്കാൻ പോകുന്നിടത്ത് കർത്താവ് ചെന്ന് വിളിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത് കഴുകിയെടുക്കുന്നത് പോലെ, ശരിക്കും ഇന്നത്തെ ഈ വാക്ക് വെച്ച് പറഞ്ഞാൽ ദൈവം അവനെ പുതുക്കി തിരിച്ചു കൊണ്ടുവന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കാം, എത്ര താഴെ പോയി എന്ന് വിചാരിച്ചാലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ മടങ്ങി വന്ന് കരയാൻ തുടങ്ങുമ്പോൾ, അനുദപിക്കാൻ തുടങ്ങുമ്പോൾ, ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ, കർത്താവേ എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ അവരെ പിന്നെയും ദൈവം പുതുക്കിക്കൊണ്ടുവരും. വീഴ്ചകളും താഴ്ചകളും പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും. സ്തോത്രം. എന്നാൽ ആത്മീയത്തിനകത്ത് ശരീരത്തിന് പ്രയാസം നേരിട്ടാലും, സാമ്പത്തിക ഞെരുക്കം വന്നാലും, ചില വിഷയത്തിനകത്തെല്ലാം നമുക്ക് അബദ്ധം പറ്റിയാലും കർത്താവിൻ്റെ കാൽക്കൽ വന്നു കഴിയുമ്പോൾ പുതുക്കി എടുക്കത്തക്ക രീതിയിലാണ് ദൈവം നമ്മളെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഈ പ്രാരംഭ സമയത്ത് തന്നെ പറയാം, ഒരു പുതുക്കം ആവശ്യമാണെന്ന് ഈ രാത്രിയിലെ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ തോന്നിയാൽ, ഇന്ന് രാത്രിക്കാലം ദൈവമേ പോരായ്മകൾ സംഭവിച്ചു, പഴയതുപോലെയൊന്നും ഞങ്ങളുടെ സന്നിധിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല, പഴയതുപോലെ കർത്താവേ സ്തോത്രം ദൈവത്തോട് അടുത്ത് വരാൻ കഴിയുന്നില്ല, എനിക്കൊരു പുതുക്കം ആവശ്യമാണെന്ന് ദൈവസന്നിധിയിൽ ഈ പ്രഭാതയാമത്തിൽ ആര് പ്രാർത്ഥിക്കാൻ തയ്യാറായാലും അവരെ പുതുക്കാൻ ദൈവം തയ്യാറാണ്.